ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. മാർഗനിർദ്ദേശവും ആത്മവിശ്വാസവും ഒന്നിച്ചു ചേരുമ്പോഴാണ് യഥാർത്ഥ ആത്മധൈര്യം വളരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ പേ ചർച്ചയുടെ 9ാം പതിപ്പിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷകൾക്കുള്ള സ്വന്തം തയ്യാറെടുപ്പ് രീതിയിൽ പൂർണ്ണ ആത്മവിശ്വാസം പുലർത്തുന്നത് പ്രധാനമാണ്. അധ്യാപകർ, മാതാപിതാക്കൾ തുടങ്ങിയവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി കേൾക്കുകയും ആഴത്തിൽ മനസ്സിലാക്കുകയും വേണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു. ഓരോരുത്തരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസം മാധ്യമം മാത്രമാണെന്നും പരീക്ഷകളെ ഒരിക്കലും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളായി കാണരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സമയനിഷ്ഠ വിജയത്തിന്റെ പാതയിൽ പ്രാധാന്യം അർഹിക്കുന്നതായും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. പരീക്ഷാ പേ ചർച്ചാ പരിപാടി കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രധാനമന്ത്രിയുമായുള്ള ആശയവിനിമയം കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരം പട്ടം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപിക നിമ്മി എസ് ബാബു പരീക്ഷാ പേ ചർച്ചയുടെ അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. പരീക്ഷാ തയ്യാറെടുപ്പ്, മാനസിക സമ്മർദ്ദ നിയന്ത്രണം, ആത്മവിശ്വാസം വളർത്തൽ, ബോർഡ് പരീക്ഷകൾക്ക് മുന്നോടിയായി സമഗ്ര മാനസിക ശാരീരിക ക്ഷേമം എന്നിവയെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായി കുട്ടികളോട് സംവദിച്ചത്. പരീക്ഷകളെ പഠനത്തിന്റെ ഒരു ഭാഗമായി കാണാനും ഭയം കുറച്ച് സന്തുലിതവും പോസിറ്റീവുമായ മനോഭാവം വളർത്തുവാനും ഈ പരിപാടിയിലൂടെ അദ്ദേഹം ഊന്നൽ നൽകി. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് 5.25% തുടരുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓൺലൈൻ പണമിടപാട് തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടവർക്ക് 25,000 രൂപ വരെ നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വൈകാതെ പങ്കുവയ്ക്കുമെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള ഹിയറിംഗിലൂടെ 21,130 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇതിൽ 2,804 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരും 1,039 പേർ വിദേശ പൗരത്വം സ്വീകരിച്ചവരും 17,287 പേർ താമസം മാറിയവരുമാണെന്ന് അദ്ദേഹം അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21 പ്രസിദ്ധീകരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. പ്രധാനമന്ത്രിയുടെ 3ാമത്തെ മലേഷ്യ സന്ദർശനമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം, സെമി കണ്ടക്ടറുകൾ തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 10ാമത് ഇന്ത്യ മലേഷ്യ CEO ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം തുടർന്നു. ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ വിവിധ വിഷയങ്ങളിൽ മുദ്രാവാക്യവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. രാജ്യസഭയിൽ നടപടികൾ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെക്കുകയും പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയുമായിരുന്നു. കേരളത്തിലെ റെയിൽവേ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കണമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. രാജ്യസഭയിൽ ബജറ്റ് വകയിരുത്തലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് ഇത്തവണ ബജറ്റിൽ 3,795 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. രാജ്യത്തൊട്ടാകെ അമൃത് ഭാരത് പദ്ധതിക്ക് കീഴിൽ 170 റെയിൽവേ സ്റ്റേഷനുകളിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായും റെയിൽവേ മന്ത്രി അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ജമ്മു കശ്മീരിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുവിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. കത്വ ജില്ലയിലെ ഹിരാനഗറിലെ അന്താരാഷ്ട്ര അതിർത്തി സന്ദർശിച്ച അദ്ദേഹം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. BSF ഉദ്യോഗസ്ഥർക്കായുള്ള വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിച്ചു. ശ്രീ അമിത്ഷാ നാളെ ശ്രീനഗറിലേക്ക് പോകും. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിന് 240 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. വൈഭവ് സൂര്യവംശി സെഞ്ചുറി നേടി. സിംബാബ്വേയിലെ ഹരാരെയിലാണ് മത്സരം. 2025-26 നീറ്റ് PG യോഗ്യതയ്ക്കായുള്ള കട്ട് ഓഫ് ശതമാനങ്ങൾ കുറച്ചതിന് പിന്നിലെ കാരണങ്ങൾ വിശദീകരിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാൻ നാഷണൽ ബോർഡ് ഓഫ് മെഡിക്കൽ സയൻസസിന് സുപ്രീം കോടതി നിർദ്ദേശം. വിവിധ വിഭാഗങ്ങൾക്കുള്ള കട്ട് ഓഫ് യോഗ്യത ശതമാനങ്ങൾ കുറച്ചുകൊണ്ട് NBEMS കഴിഞ്ഞ മാസം 13 പുറപ്പെടുവിച്ച നോട്ടീസിനെതിരെയുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. സംസ്ഥാനത്ത് കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഇനി മുതൽ 104 എന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാകും. 24 മണിക്കൂറും കുട്ടികൾക്ക് ആരോഗ്യ സേവനം നൽകുന്ന അക്ഷരത്തോടൊപ്പം ആരോഗ്യം എന്ന പദ്ധതിക്ക് സംസ്ഥാന തലത്തിൽ തുടക്കമായി. ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 190 രൂപ കുറഞ്ഞ് 13,965 രൂപയും പവന് 1,520 രൂപ താഴ്ന്ന് 1,11,720 രൂപയുമാണ് ഇന്നത്തെ വില. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.